നമസ്കാരം. കേരള രാഷ്ട്രീയം ഇന്നൊരു ചോദ്യത്തിന് മുന്നിലാണ്. പദവിയില്ലാതെ ഒരാൾ എങ്ങനെ പാർട്ടിയുടെ ഏറ്റവും വലിയ രക്ഷകനായി മാറും? CPM-ന്റെ വ്യാജ പ്രചാരണങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ച ഓരോ നിമിഷവും ഒരാൾ മുന്നിൽ തന്നെ നിന്നു. ഭയമില്ലാതെ, വിട്ടുവീഴ്ചയില്ലാതെ സത്യത്തിന്റെ വാൾ ഉയർത്തി. മന്ത്രി വീണയുടെ കള്ള നാടകത്തിന്റെ മറ തുറന്നത്, KSUവിന്റെ നിരപരാധിത്വം തെളിയിച്ചത്, പാർട്ടിയുടെ അഭിമാനം സംരക്ഷിച്ചത് ഒരേ ഒരാൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ. പുറത്താക്കിയെങ്കിലും തല കുനിക്കാതെ, പദവി ഒന്നുമില്ലെങ്കിലും ആത്മാവ് വിട്ടുകൊടുക്കാതെ ഇന്ന് യുവജനങ്ങളും വനിതകളും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നു, ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ കാര്യസ്ഥൻ, അതാണ് രാഹുൽ മാങ്കൂട്ടം. നീലപ്പെട്ടി വിവാദം ഉയർന്നപ്പോൾ അടൂർ പ്രകാശിനെതിരെയും VD സതീശിനെതിരെയും ഷാഫി പറമ്പിലും എതിരെയുള്ള കള്ളപ്രചാരണം ഉണ്ടായപ്പോഴും കാര്യസ്ഥന്റെ റോളിൽ പാർട്ടിയെ രക്ഷിക്കാൻ മുന്നിൽ നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് രാഹുലിന്റെ ഒരു FB പോസ്റ്റ് CPM-ന്റെ മുഴുവൻ പ്രചാരണ തന്ത്രങ്ങളെയും തകർക്കുന്നു? സത്യത്തിന്റെ ആ കഥ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഞാൻ അവതരിപ്പിക്കാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാർത്ത എല്ലാവരിലും എത്തുവാൻ നിങ്ങളുടെ വിലയേറിയ സഹായം ഈ സമയത്ത് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഒരു മന്ത്രിക്കുണ്ടായി എന്ന് പറയുന്ന ഒരു പരിക്ക് മാത്രമാണോ? അതോ ആ പരിക്കിനെ ചുറ്റിപ്പറ്റി നെയ്തെടുത്ത ഒരു വലിയ പ്രചാരണ രാഷ്ട്രീയമാണോ? ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഒരേ സ്വരത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. KSC പ്രവർത്തകർ മന്ത്രി വീണയെ ആക്രമിച്ചു എന്നത് ഒരു അസത്യ പ്രചാരണമാണെന്ന്. ഇത് വെറും ഒരു ആരോപണം മാത്രമല്ല, ഇതൊരു വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ മറയാണെന്ന് ജനങ്ങൾ ഇപ്പോൾ തുറന്നു പറയുകയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ ഞെട്ടൽ എന്താണെന്ന് അറിയുമോ? ഈ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ തന്നെ രംഗത്തു വന്നുവെന്ന ഗുരുതരമായ ആരോപണം. അതോടെ വിമർശകർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇടിമുഴക്കമായി കേരളം മുഴുവൻ ഇപ്പോൾ മുഴുകുകയാണ്. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായി സംസാരിക്കുകയാണോ, അല്ലെങ്കിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗമായി പാർട്ടി രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറുകയാണോ? ഇന്ന് കേരളത്തിലെ ഓരോ വീടുകളിലും, ഓരോ ചായക്കടകളിലും, അതുപോലെ തന്നെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരേ ചോദ്യമാണ് പൊട്ടിത്തെറിച്ചുയരുന്നത്. കരികൊടി കാട്ടിയ പ്രവർത്തകർ അങ്ങ് ദൂരെ തന്നെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് മന്ത്രിയുടെ പിടലിക്ക് പരിക്ക് സംഭവിച്ചത്? പിടലി ഉളുക്ക് എന്നത് എന്താണ്? അതൊരു പകർച്ചവ്യാധി ഒന്നുമല്ലല്ലോ. ഒരാൾ അടുത്ത് പോലും എത്തിയിട്ടില്ലെങ്കിൽ ആക്രമണം നടന്നുവെന്ന് പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് ലഭിച്ചത്? ഒരു വീഡിയോ പോലുമില്ല, ഒരു വ്യക്തമായ തെളിവുമില്ല, ഒരു സാക്ഷ്യം പോലും ആരും പറയുന്നില്ല. എന്നിട്ടും ആക്രമണം എന്ന വാക്ക് കേരളത്തിൽ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ആരാണ്? ജനങ്ങൾ ചോദിക്കുന്ന ലളിതമായ ഒരു ചോദ്യത്തിന് മറുപടി നൽകാതെ വികാരങ്ങൾ കത്തിച്ച് ഒരു കഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണോ ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയം? ഇപ്പോൾ തീപ്പൊരി പോലെ ഈ വാർത്ത പടരുകയാണ്. കാരണം കേരളം ഇന്ന് പഴയ കേരളമല്ല. തെളിവില്ലാത്ത ആരോപണങ്ങൾ വിശ്വസിക്കുന്ന ജനതയല്ല ഇന്ന് കേരളത്തിലുള്ളത് എന്ന് സർക്കാരും സർക്കാരിനെ നയിക്കുന്നവരും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോഴാണ് ഈ നാടകത്തിന്റെ ഏറ്റവും പ്രധാനമായ, അല്ലെങ്കിൽ ഏറ്റവും നിർഭാഗ്യകരമായ, അതേസമയം ഏറ്റവും നിർണായകമായ ഒരു തിരിവ് സംഭവിക്കുന്നത്. കാരണം ഈ ആരോപണത്തിന്റെ പൊള്ളത്തരം ആദ്യം മുതൽ തന്നെ ധൈര്യത്തോടെ നിർഭയമായി തുറന്നു പറഞ്ഞ് ചോദ്യം ചെയ്തത് ഒരേയൊരു മനുഷ്യനാണ്. പാലക്കാടിന്റെ MLA, എല്ലാവരുടെയും സ്വന്തം രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതെ, ഒരു പോസ്റ്റ് മാത്രം, പക്ഷേ അതിന്റെ ആഘാതം ഭൂകമ്പം പോലെ ആയിരുന്നു. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, KSU പ്രവർത്തകർ മന്ത്രിയുടെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. അവർ കരിങ്കൊടി കാണിച്ചത് അങ്ങ് അകലെ നിന്ന് മാത്രമാണ്. ശാരീരിക ആക്രമണം നടന്നുവെന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് യാതൊരു ബന്ധവുമില്ല. ആ വാക്കുകൾ പുറത്തു വന്ന നിമിഷം തന്നെ ഒരു വലിയ പ്രചാരണ നാടകത്തിന്റെ അടിത്തറ കുലുങ്ങുകയായിരുന്നു. കള്ളത്തരത്തിന്റെ കോട്ട ചിതറാൻ തുടങ്ങി. അതോടെ കേരളം മുഴുവൻ ഒരേ ഒരു ചോദ്യം ഉയർത്തി, അക്രമം നടന്നിട്ടില്ലെങ്കിൽ അക്രമം നടന്നുവെന്ന് ആരോപിക്കുന്നത് ആരാണ്? എന്തിനാണ് ഇത് പ്രചരിപ്പിക്കുന്നത്? ആരെ രക്ഷിക്കാനാണ് ഈ വ്യാജ നാടകം?
സുഹൃത്തുക്കളെ, ഇത് വെറും ഒരു ചോദ്യം മാത്രമല്ല, ഇത് സത്യത്തിന്റെ വലിയൊരു പൊട്ടിത്തെറിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ മുഖച്ഛായ ഇതിനകം തന്നെ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ നിർണായകമായ ഈ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജനങ്ങളുടെ വിശ്വാസം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഭരണകൂടം വിമർശനങ്ങളുടെ ചൂടിൽ കത്തിക്കരിയുമ്പോൾ സഹതാപ തരംഗം സൃഷ്ടിച്ച് ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും സ്വാധീനം പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ PR തന്ത്രമാണോ ഇതെന്ന സംശയം ഒരു കാറ്റല്ല, ഒരു കൊടുങ്കാറ്റായി കേരളം മുഴുവൻ പടർന്ന് പന്തലിച്ചു. ഇത് വെറും ഒരു ആരോപണം മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതൊരു വലിയ രാഷ്ട്രീയ കളിയുടെ സൂചനയാണ്. ഈ ചോദ്യമാണ് ജനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര സൂക്ഷ്മതയോടെ കൃത്യമായി മെനഞ്ഞെടുത്ത ആ രാഷ്ട്രീയ പ്രചാരണ നാടകത്തെ ഒരൊറ്റ അടിയിൽ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു രാഹുൽ മാങ്കോടത്തിന്റെ ആ ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ്. അതെ, അതൊരു വെറും ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായിരുന്നില്ല, അതൊരു പൊട്ടിത്തെറിയായിരുന്നു, അതൊരു പ്രതികരണമല്ലായിരുന്നു, അതൊരു വെളിപ്പെടുത്തലായിരുന്നു, അതൊരു അഭിപ്രായമല്ലായിരുന്നു, അതൊരു സത്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ആ വാക്കുകൾ പുറത്തു വന്ന അതേ നിമിഷം തന്നെ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ മറ കീറി പൊളിഞ്ഞുപോയി. കള്ളത്തരത്തിന്റെ തിരശ്ശീല താഴ്ന്നുപോയി. കേരളം മുഴുവൻ ഒരേ സമയം അത് തിരിച്ചറിഞ്ഞു. സത്യം ഇപ്പോൾ പുറത്താണ്. ആ നിമിഷം ആ ഒറ്റ പോസ്റ്റിന്റെ വിജയം മാത്രമായിരുന്നില്ല സുഹൃത്തുക്കളെ, അതൊരു വലിയ സത്യത്തിന്റെ വിജയം കൂടെയായിരുന്നു. ഇന്ന് കേരളം അതീവ വ്യക്തതയോടെ കാണുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സാധാരണ രാഷ്ട്രീയ പോസ്റ്റുകൾ പോലെ ശബ്ദമില്ലാതെ മാഞ്ഞു പോകുന്നില്ല. അതൊരു തീപ്പരി പോലെ പടർന്ന് അത് യുവജനങ്ങൾ ഏറ്റെടുക്കുന്നു. ആവേശത്തോടെ അത് വനിതകൾ ഏറ്റെടുക്കുന്നു. ആത്മവിശ്വാസത്തോടെ അത് വായനാശീലമുള്ള ബോധമുള്ള കേരളം ഏറ്റെടുക്കുന്നു. ഉറച്ച വിശ്വാസത്തോടെ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുന്നു. ലക്ഷങ്ങൾ അത് ചർച്ച ചെയ്തു, ലക്ഷങ്ങൾ അത് പ്രചരിപ്പിച്ചു. ഇതൊരു സാധാരണ സോഷ്യൽ മീഡിയ പ്രതികരണമല്ലായിരുന്നു സുഹൃത്തുക്കളെ, അതൊരു ജനതയുടെ ഉണർവായിരുന്നു. അനീതിക്കെതിരെയുള്ള കള്ളപ്രചാരണത്തിനെതിരെയുള്ള കേരള ജനതയുടെ ഒരു താക്കീതായിരുന്നു അത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള യുവജനങ്ങളും വനിതകളും ആ പോസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോയി. അതൊരു സാധാരണ കാര്യമല്ല, അത് ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. കാരണം കേരളത്തിലെ യുവജനങ്ങളും വനിതകളും ആരുടെയും അടിമകളല്ലെന്നും അവർ അന്ധമായി ആരെ വിശ്വസിക്കുന്നില്ലെന്നുമുള്ള ഒരു വലിയ താക്കീത്. ആദ്യം അവർ ആ പോസ്റ്റുകൾ വായിക്കും, അവർ അത് പരിശോധിക്കും, അവർ ചിന്തിക്കും, അതിലെ സത്യവും അസത്യവും അവർ തിരിച്ചറിയും. അതിനുശേഷമാണ് അവർ ഒരു കാര്യത്തെ പിന്താങ്ങുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ പോസ്റ്റുകൾ ഇത്രയും ശക്തമായി കേരളം മുഴുവൻ പടരുന്നത്. രാഹുൽ അവതരിപ്പിക്കുന്ന പോസ്റ്റുകളിൽ വെറും വാക്കുകൾ മാത്രമല്ല, അതിൽ സത്യമുണ്ട് എന്ന തിരിച്ചറിവാണ് ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇതൊരു നേതാവിന്റെ പോസ്റ്റ് വൈറലായ കഥയല്ല സുഹൃത്തുക്കളെ, ഇതൊരു സത്യം ജനങ്ങളുടെ ഹൃദയത്തിൽ തീപിടിച്ച കഥയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രതികരണമല്ല, ഇതൊരു ജനതയുടെ വിശ്വാസത്തിന്റെ പൊട്ടിത്തെറിയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കേരള ജനം വ്യക്തമായി തിരിച്ചറിയണം. കോൺഗ്രസ് പാർട്ടിയെ തകർക്കാനും KSUവിനെ അക്രമകാരികളാക്കി ചിത്രീകരിക്കാനും CPM ഒരുക്കിയ വ്യാജ പ്രചരണത്തിന്റെ വലിയ കൊടുങ്കാറ്റ് ഉയർന്നപ്പോൾ ആ കൊടുങ്കാറ്റിന്റെ മുന്നിൽ നിന്ന് പാർട്ടിയെയും പ്രവർത്തകരെയും സംരക്ഷിച്ചത് ഒരേ ഒരു മനുഷ്യനായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതൊരു സാധാരണ പ്രതികരണമായിരുന്നില്ല സുഹൃത്തുക്കളെ, അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കാം, പക്ഷേ പാർട്ടിയുടെ ആത്മാവിൽ നിന്ന് ഒരിക്കലും പുറത്തായിട്ടില്ലെന്ന് ഈ സംഭവത്തിൽ നിന്ന് തീർച്ചയായും തെളിഞ്ഞു കഴിഞ്ഞു. കാരണം പാർട്ടിയെ ആക്രമിക്കാൻ വന്ന പ്രചാരണത്തിന്റെ കുന്തമുനയിൽ നിന്ന് തന്നെ ഭയമില്ലാതെ പിന്മാറാതെ അത് തകർത്തു വീഴ്ത്തിയ ആളായി അദ്ദേഹം ഇന്ന് മാറിയിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ നേതാവായി അദ്ദേഹം മുന്നേറും. അതും അരയും തലയും മുറുക്കി മുന്നിൽ നിൽക്കുന്ന യഥാർത്ഥ പോരാളിയായി അദ്ദേഹം മാറുന്നു. പാർട്ടിയെ കാത്തു സൂക്ഷിക്കുന്ന, പാർട്ടിയെ സംരക്ഷിക്കുന്ന യഥാർത്ഥ കാര്യസ്ഥനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മളെല്ലാവരും ഒരു സത്യം മനസ്സിലാക്കണം. ഒരു കാര്യസ്ഥൻ എന്നത് വെറും ഒരു പദവിയല്ല സുഹൃത്തുക്കളെ, അതൊരു കസേരയല്ല, അതൊരു പേര് മാത്രവുമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഒരു യഥാർത്ഥ കാര്യസ്ഥൻ പാർട്ടിക്ക് നല്ല കാലം വന്നപ്പോൾ മാത്രം മുന്നിൽ നിൽക്കുന്ന വ്യക്തിയല്ല, കൈയടി കിട്ടുമ്പോൾ മാത്രം നമ്മൾ കാണുന്ന ഒരാളുമല്ല. പാർട്ടിക്ക് പ്രതിസന്ധി വന്നപ്പോൾ
പാർട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ, കള്ളപ്രചാരണങ്ങൾ പാർട്ടിയുടെ മേൽ കുന്തമുനിയായി കുത്തിയിറക്കാൻ ശ്രമിച്ചപ്പോൾ മുന്നിൽ നിന്ന് നെഞ്ചുറപ്പോടെ പാർട്ടിയെ സംരക്ഷിക്കുന്ന ആളാണ് ഒരു യഥാർത്ഥ കാര്യസ്ഥൻ. പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കുന്ന ആളാണ് ഒരു കാര്യസ്ഥൻ. സത്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന ആളാണ് യഥാർത്ഥമായ ഒരു കാര്യസ്ഥന്റെ ജോലി. അതുപോലെ പാർട്ടിയെ ആക്രമിക്കാൻ വരുന്നവർ മുമ്പിൽ ഒരു ഭയവുമില്ലാതെ തലകുനിക്കാതെ സത്യത്തിന്റെ വാൾ ഉയർത്തി നിൽക്കുന്ന ആളാണ് യഥാർത്ഥ കാര്യസ്ഥൻ. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ കേരള രാഷ്ട്രീയം അത്തരമൊരു സത്യം പ്രഖ്യാപിക്കുക. രാഹുൽ മാങ്കൂട്ടം ഇന്ന് കോൺഗ്രസിന്റെ യഥാർത്ഥ കാര്യസ്ഥനായി മാറിക്കഴിഞ്ഞു. ഇതൊരു ഒറ്റ സംഭവത്തിന്റെ കഥയല്ല, ഇത് ആദ്യത്തേതുമല്ല. അദ്ദേഹം CPM-ന്റെ വ്യാജ പ്രസ്താവനകളെ പൊളിച്ചെടുക്കുന്നത് നീലപ്പെട്ടി വിവാദത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ CPM ഉയർത്തിയ ആരോപണങ്ങൾ കോൺഗ്രസിനെ താർക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം മുന്നിൽ നിന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. ഷാഫി പറമ്പിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്തെ വ്യാജ ക്യാമ്പയിൻ പോസ്റ്റർ, ആ വിവാദം കോൺഗ്രസിന്റെ വിശ്വസ്തയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. UDF കൺവീനർ അടൂർ പ്രകാശിനെതിരെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചുള്ള CPM നടത്തിയ വ്യാജ പ്രചാരണങ്ങൾ നിറഞ്ഞപ്പോൾ, പാർട്ടിയെ അവമാനിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് സത്യത്തിന്റെ പതാക ഉയർത്തി കാണിച്ചത് രാഹുൽ മാങ്കൂട്ടം തന്നെയായിരുന്നു. അതുപോലെ തന്നെ VD സതീശനെതിരെ CPM നടത്തിയ കള്ളപ്രചാരണങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ദുർബലമാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി പ്രതികരിച്ച് പാർട്ടിയെ സംരക്ഷിക്കാൻ മുന്നിൽ നിന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടം തന്നെയായിരുന്നു സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ഓരോ തവണയും ഓരോ ആക്രമണത്തിലും ഓരോ വ്യാജ പ്രചാരണത്തിലും കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് വന്ന ഓരോ അമ്പിനെയും തന്റെ നെഞ്ചുകൊണ്ട് തന്നെ തടഞ്ഞ ഒരേ ഒരാൾ രാഹുൽ മാങ്കൂട്ടമാണ്. അത് ഒരു നേതാവിന്റെ പേര് മാത്രമല്ല, അതൊരു ഉത്തരവാദിത്വത്തിന്റെ പേര് കൂടിയാണ്. അതൊരു പദവിയുടെ പേരല്ല, അതൊരു ആത്മാവിന്റെ പേരാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ കഥയല്ല, ഒരു യഥാർത്ഥ കാര്യസ്ഥന്റെ ചരിത്രമാണ്. അതിലുപരി ഈ കഥയുടെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു അധ്യായം ഇന്നും കേരളം മറന്നിട്ടില്ല. ഷാഫി പറമ്പിലിനെ CPM പ്രവർത്തകർ മർദ്ദിച്ച് രക്തം പാർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആ ഞെട്ടിക്കുന്ന സംഭവം നടന്നപ്പോൾ പോലും അതിനെ നുണയാക്കി അതൊരു അഭിനയമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ CPM വ്യാജ പ്രചാരണ യന്ത്രം കേരളം മുഴുവൻ പ്രവർത്തിപ്പിച്ചു. സത്യത്തെ മൂടിക്കെട്ടാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ ആ കള്ളപ്രചാരണത്തിന്റെ കുന്തമനെ ഒടിച്ച് സത്യത്തിന്റെ വെളിച്ചം ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് ഒരേ ഒരു വ്യക്തിയായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത് ഒരു പ്രതികരണം മാത്രമല്ലായിരുന്നു, ഇത് ഒരു പോരാട്ടമായിരുന്നു. ഓരോ തവണയും പാർട്ടിയെ ലക്ഷ്യമിട്ടുമെന്ന ഓരോ പ്രചാരണ ആക്രമണത്തിന്റെ മുന്നിൽ നെഞ്ചുറപ്പോടെ ഭയമില്ലാതെ പിന്മാറാതെ മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്ന് മന്ത്രി വീണയുടെ പരിക്കിനെ ചുറ്റിപ്പറ്റി ഒരുക്കിയ പ്രചാരണ നാടകവും അതേ രീതിയിൽ, അതേ വേഗത്തിൽ, അതേ ശക്തിയിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ഒരു യഥാർത്ഥ കാര്യസ്ഥൻ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റി സത്യത്തെ മറയ്ക്കാൻ ശ്രമിച്ച പ്രചാരണത്തിന്റെ തിരശീല വലിച്ചു കീറി സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച നാടകത്തിന്റെ മുഖം മൂടി വലിച്ചു കീറി യാഥാർത്ഥ്യം കേരളം മുഴുവൻ കാണിച്ചു കൊടുത്തു. ഇതൊരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ഇതൊരു സത്യത്തിന്റെ വിജയമാണ്. അതുപോലെ തന്നെ ഒരു യഥാർത്ഥ കാര്യസ്ഥന്റെ വിജയം കൂടി. സുഹൃത്തുക്കളെ, ഇതൊരു വെറും ഒരു രാഷ്ട്രീയ പ്രതികരണമല്ല, ഇതൊരു ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ്. പാർട്ടിയെ ആക്രമിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ, അതിന്റെ മുന്നിൽ മതിലായി നിൽക്കാൻ ഇപ്പോഴും ധൈര്യമുള്ള ആളുകൾ ഉണ്ടെന്ന് കാണിച്ച ഒരു വലിയ സന്ദേശം. സത്യത്തെ മറയ്ക്കാൻ ശ്രമിച്ചാൽ അത് പുറത്തു കൊണ്ടുവരാൻ, അത് ലോകം മുഴുവൻ കേൾപ്പിക്കുവാൻ ധൈര്യമുള്ള നേതാക്കൾ ഇപ്പോഴും ഉണ്ടെന്ന് തെളിയിച്ച ഒരു വലിയ സന്ദേശം. ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു പ്രഖ്യാപനമാണ്, ഇതൊരു യഥാർത്ഥ കാര്യസ്ഥന്റെ ശബ്ദമാണ്. അതാണ് സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരായ യുവജനങ്ങളും വനിതകളും ഒരേ സ്വരത്തിൽ, ഒരേ ആവേശത്തിൽ, ഒരേ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സത്യമുണ്ട്. പദവിയുണ്ടോ ഇല്ലയോ എന്നത് പ്രാധാന്യമല്ല, കസേരയുണ്ടോ ഇല്ലയോ എന്നതും പ്രാധാന്യമല്ല. പാർട്ടിയെ സംരക്ഷിക്കാൻ, പാർട്ടിയുടെ മാനവും അഭിമാനവും കാക്കുവാൻ മുന്നിൽ നിൽക്കുന്ന ആളാണ് യഥാർത്ഥ നേതാവ്. കോൺഗ്രസ് നിന്ന് പുറത്തായിട്ടും പാർട്ടിയുടെ ആത്മാവിനെ സംരക്ഷിക്കുവാൻ, പാർട്ടിയുടെ അഭിമാനം നിലനിർത്തുവാൻ
മുന്നിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ യഥാർത്ഥ കാര്യസ്ഥൻ. അത് ആളുകൾ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ അവർ പ്രചരിപ്പിക്കുന്നു. അത് ഒരു വ്യക്തിയോടുള്ള ആരാധന കൊണ്ടല്ല, അത് സത്യത്തോടുള്ള വിശ്വാസം കൊണ്ടാണ്. അത് നീതിയോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. അതൊരു യഥാർത്ഥ കാര്യസ്ഥനുള്ള ആദരവ് കൊണ്ട് മാത്രമാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ യാഥാർത്ഥ്യം ജന്മം കൊണ്ടിരിക്കുകയാണ്. പദവികൾ മാറാം, സ്ഥാനങ്ങൾ മാറാം, കസേരകൾ വരാൻ പോകാം, പക്ഷേ ഒരു യഥാർത്ഥ കാര്യസ്ഥന്റെ ആത്മാവ് ഒരിക്കലും മാറില്ല. പാർട്ടിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ അർത്ഥത്തിൽ CPM-ന്റെ വ്യാജ പ്രചാരണങ്ങളെ തകർത്ത് കോൺഗ്രസിനെയും KSUവിനെയും സംരക്ഷിച്ച് സത്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഒരു MLA മാത്രമല്ല സുഹൃത്തുക്കളെ, അദ്ദേഹം ഒരു പോരാളിയാണ്, അദ്ദേഹം ഒരു പ്രതീകമാണ്, അദ്ദേഹം ഒരു കാര്യസ്ഥനാണ്, പാർട്ടിയുടെ യഥാർത്ഥ കാര്യസ്ഥൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും പോസ്റ്റുകളും ഇന്ന് വൈറലാകുന്നത്. അതൊരു വെറും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, അത് സത്യത്തിന്റെ ശക്തി കൊണ്ടാണ്, അത് വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ്, അത് പാർട്ടിയെ സംരക്ഷിക്കാൻ തന്റെ ആത്മാവ് അർപ്പിച്ച ഒരു യഥാർത്ഥ കാര്യസ്ഥന്റെ ശബ്ദമായതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കില്ലേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോ കമന്റുകളും ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കും, ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമന്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.